PLI ഓൺലൈൻ പേയ്മെൻറ്റ് എന്നുള്ള ഒരു സെക്ഷനാണ് നമ്മളിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ PLIയിൽ നമുക്ക് ഓൺലൈനായിട്ട് അടയ്ക്കാൻ പറ്റുന്ന 4 ഓപ്ഷൻസാണ് നമുക്കുള്ളത്. ഒന്ന് നമ്മുടെ PLI പോർട്ടൽ, അതായത് PLI.indiapost.gov.in എന്നുള്ളൊരു പോർട്ടൽ. അതിന് പുറമെ നമുക്ക് IPPB കസ്റ്റമേഴ്സിന് നമുക്ക് IPPB അക്കൗണ്ട് ഉണ്ടെങ്കിൽ മൊബൈൽ ആപ്പ് വഴി നമുക്ക് PLI പ്രീമിയം അടയ്ക്കാൻ പറ്റും. മൂന്നാമത് നമുക്ക് NACH ഫെസിലിറ്റി പറഞ്ഞൊരു ഫെസിലിറ്റി ഉണ്ട്. ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമുക്ക് ഓട്ടോ ഡെബിറ്റ് ആയിട്ട് എല്ലാ മാസവും നമ്മുടെ PLIയിലോട്ട് പോകുന്ന ഒരു ഓട്ടോ ഡെബിറ്റ് സ്റ്റാൻഡിങ് ഇൻസ്ട്രക്ഷൻ നമുക്ക് സെറ്റ് ചെയ്ത് വയ്ക്കാൻ പറ്റും. നാലാമത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് തന്നെ ബാങ്കിങ് സൈറ്റ് ഉണ്ട്. ബാങ്കിങ് സൈറ്റിൽ നമുക്ക് PLI അടയ്ക്കാൻ പറ്റും. ഓക്കെ, ഇതിനെല്ലാം തുടക്കത്തിൽ നമുക്ക് ഫസ്റ്റ് വേണ്ടത് എന്താണ്? ഈ PLI ഓൺലൈൻ പേയ്മെൻറ്റ് അടയ്ക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ്, നമ്മുടെ മൊബൈൽ നമ്പറും നമ്മുടെ ഇമെയിൽ IDയും ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോളിസി ആയിട്ട് ലിങ്ക് ചെയ്തിട്ടുണ്ടാവണം. ആ പോളിസിക്ക് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് 2 വേസ് ആണുള്ളത്. ഒന്ന് നമ്മുടെ നിയറസ്റ്റ് പോസ്റ്റ് ഓഫീസിലോട്ട് അപ്രോച്ച് ചെയ്യുക. ആ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് റിക്വസ്റ്റ് കൊടുക്കുക, എൻ്റെ മൊബൈൽ നമ്പറും ഫോണും ലിങ്ക് ചെയ്യണം പറഞ്ഞിട്ട് അവർ CPCയിലോട്ട് ഫോർവേഡ് ചെയ്യും. ആൻഡ് ദെൻ യുവർ മൊബൈൽ നമ്പർ ആൻഡ് ഇമെയിൽ ഗെറ്റ് രജിസ്റ്റർഡ് വിത്ത് ദ പോളിസി. ഓർ അതർവൈസ് നമുക്കൊരു 24/7 നമുക്കൊരു ടോൾ ഫ്രീ നമ്പറുണ്ട്, 1800-266-6868 എന്ന നമ്പറിലോട്ട് വിളിച്ച് നമ്മുടെ ഇമെയിൽ നമ്പറും മൊബൈൽ നമ്പറും നമ്മുടെ പോളിസിയിലോട്ട് ലിങ്ക് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക് ചെയ്ത് കിട്ടും. ഓക്കെ, ഇത് പ്രോസസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്താണ് PLI ഓൺലൈൻ പേയ്മെൻറ്റിന് നമുക്ക് എന്താണ് എലിജിബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് എലിജിബിൾ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പ് ഐ ഹാവ് ടോൾഡ് യു ദാറ്റ് വി ഹാവ് എ പോർട്ടൽ ദാറ്റ് PLI.indiapost.gov.in എന്നുള്ള ആ പോർട്ടലിൽ കയറിയിട്ടാണ് നമുക്ക് ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ പറ്റുക. ആ ഓൺലൈൻ ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താണ് ഫസ്റ്റ് ഒരു കസ്റ്റമർ ID കാര്യങ്ങളൊക്കെ വേണം. അപ്പോൾ ഇനീഷ്യലി നമ്മൾ വി ഹാവ് ലിങ്ക്ഡ് ഓൾ ദ ഇമെയിൽ നമ്പർ ആൻഡ് മൊബൈൽ നമ്പർ, ഇമെയിൽ ID മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പോർട്ടലിൽ കയറിയിട്ട് നമുക്ക് എന്താണ് ജനറേറ്റ് കസ്റ്റമർ ID ജനറേറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എന്താണ് ഫസ്റ്റ് സ്റ്റെപ്പ് ഇതിൽ ചെയ്യാൻ ഈ സൈറ്റിൽ കയറിയിട്ട്. അപ്പോൾ ജനറേറ്റ് ചെയ്യുന്ന സമയത്ത് വി ഹാവ് ടു ഗെറ്റ് റെഡി വിത്ത് അവർ പോളിസി ഡീറ്റെയിൽസ്. നമ്മുടെ ബോണ്ട് അല്ലെങ്കിൽ പ്രീമിയം റെസീപ്റ്റ് ബുക്കിൽ നമുക്ക് ഡീറ്റെയിൽസ് ഉണ്ടാവും. പോളിസി നമ്പർ, സം അഷ്യൂർഡ്, നെയിം, ഇൻഷുർഡ് ഫസ്റ്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, അങ്ങനെ വേണ്ട എല്ലാ കാര്യങ്ങളും മാൻഡേറ്ററി ആയിട്ടുള്ളത് ഫില്ല് ചെയ്ത് കൊടുക്കുക, ക്യാപ്ച അടിച്ചു കൊടുക്കുക. ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് ഒരു മെസ്സേജ് നമ്മുടെ മെയിലിലോട്ട് വരും. ആ മെയിലിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ്ടാവും, നമ്മുടെ കസ്റ്റമർ ID മെയിലിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, കസ്റ്റമർ ID ഉണ്ടാവും, എൻ്റെ ലിങ്ക് വന്നിട്ടുണ്ടാവും. ഈ ലിങ്ക് ഫോർ 72 hours ഓട്ടോമാറ്റിക്കലി നമുക്ക് ആക്റ്റീവ് ആയിട്ടുണ്ടാവും. ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താണ് ചേഞ്ച് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനും പാസ്വേഡ് പുതിയത് റീടൈപ്പ് ചെയ്യാനുള്ളതുണ്ടാവും. അതിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് റീസെറ്റ് ചെയ്ത് വേണം. പിന്നെ നമ്മൾ ഇന്ത്യ പോസ്റ്റ് PLIയുടെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ കസ്റ്റമർ ID വി ഹാവ് ഗോട്ട് ഇറ്റ് ഫ്രം ദാറ്റ് മെയിൽ ID. ഓക്കെ, അതടിക്കുക, നമ്മുടെ പാസ്വേഡ് നമ്മൾ റീസെറ്റ് ചെയ്തിട്ട് ക്യാപ്ച അടിക്കുക. ക്യാപ്ച അടിച്ച് കഴിഞ്ഞിട്ട് ഓട്ടോമാറ്റിക്കലി ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് PLIയുടെ പോർട്ടലിൽ ലോഗിൻ ആവും. അവിടെ പേയ്മെൻറ്റ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ പേ പ്രീമിയം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോളിസി നമ്പർ അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. പോളിസി നമ്പർ അടിച്ചു കൊടുക്കാം, മന്ത്ലി അടിക്കുക, നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് എത്ര മാസത്തേക്ക് അടയ്ക്കണം എന്നുള്ളത് അടിക്കുന്നുണ്ടാവും. കൺഫേം പേയ്മെൻറ്റ് കൊടുക്കുക. ഓക്കെ, കൺഫേം പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നെക്സ്റ്റ് സ്ക്രീനിലോട്ട് റൂട്ട് ചെയ്യും. എമൗണ്ട് പേയ്മെൻറ്റ് ചെയ്യാനുള്ള എത്രയാണ് എമൗണ്ട് എന്നുള്ളത് കാണിച്ചു തരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, പേയ്മെൻറ്റിൻ്റെ ഗേറ്റ് വേ നമുക്ക് കിട്ടും. അപ്പോൾ SBIയുടെ ആണെങ്കിൽ SBIയുടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി നെറ്റ് ബാങ്കിങ്ങിൻ്റെ സ്ക്രീനാണ് വരിക. അതിൽ കയറി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ബാങ്കിങ് ID കാര്യങ്ങളൊക്കെ യൂസർ ID പാസ്വേഡ് ഒക്കെ അടിച്ച് കഴിഞ്ഞാൽ പേ കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് നമ്മുടെ പ്രീമിയം പേ ആയി കഴിയും. എന്നിട്ട് നമ്മുടെ PLIയുടെ പോർട്ടലിൽ കയറിയിട്ട് നമ്മുടെ ടൂൾസിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ടൂൾസ് ആൻഡ് യൂട്ടിലിറ്റീസിൽ കയറി കഴിഞ്ഞാൽ പേയ്മെൻറ്റ് ഹിസ്റ്ററി എടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോളിസിയിൽ ഇതുവരെ അടച്ച എല്ലാ പ്രീമിയത്തിൻ്റെ ഡീറ്റെയിൽസും കിട്ടും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ, എന്താണ് PLI പോർട്ടലിൽ കയറിയിട്ട് അടയ്ക്കുന്നത്. രണ്ടാമത് നമ്മുടെ POSB നെറ്റ് ബാങ്കിങ് വഴി എങ്ങനെ ചെയ്യാന്നുള്ളത്. അപ്പോൾ നമ്മുടെ ഒരു POSB നെറ്റ് ബാങ്കിങ് വേണം. ഓക്കെ, നെറ്റ് ബാങ്കിങ് ഇല്ലാത്ത കസ്റ്റമർ ആണെങ്കിൽ അത് എനേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് നെറ്റ് ബാങ്കിങ് എനേബിൾ ചെയ്യാനുള്ള ഒരു ഫോം ഉണ്ട്. ആ ഫോം ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് നെറ്റ് ബാങ്കിങ് എനേബിൾ ആയി കിട്ടും. ആൻഡ് യു ഓൾ നോ ദാറ്റ് ebanking.indiapost.gov.in ഈസ് ദ നെറ്റ് ബാങ്കിങ് URL. ആ URL അടിച്ച് കഴിഞ്ഞാൽ യൂസർ ID പാസ്വേഡ് വരും. യൂസർ ID പാസ്വേഡ് അടിച്ച് കഴിഞ്ഞാൽ ആ ടാബിൽ ഫസ്റ്റ് ഉള്ള ജനറൽ സർവീസ് എന്നുള്ളൊരു കീ ഉണ്ട്. ആ ജനറൽ സർവീസിൻ്റെ ടാബ് ഉണ്ട്. ടാബിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എന്താണ് നെക്സ്റ്റ് സ്ക്രീനിലോട്ട് പോകും. സർവീസ് റിക്വസ്റ്റ് എന്ന് എടുക്കുക, അതിൽ ന്യൂ റിക്വസ്റ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം ഇവിടെ PLI പ്രീമിയം എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതടിച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പോളിസി നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ്, ഡെബിറ്റ് അക്കൗണ്ട് നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക, സബ്മിറ്റ് ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, അത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പോപ്പുലേറ്റ് വരും. നമ്മുടെ ട്രാൻസാക്ഷൻ പാസ്വേഡ് ഉണ്ട്, പാസ്വേഡ് അടിച്ചിട്ട് സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ അതോടെ നമ്മൾ ബാങ്കിങ് സൈറ്റിൽ കയറിയിട്ടുള്ള പ്രോസസ്സ് കഴിഞ്ഞു. ഇനി അടുത്തത് നമ്മുടെ IPPB അക്കൗണ്ട്
വഴി എങ്ങനെ ചെയ്യാം. IPPB അക്കൗണ്ട് വഴി ചെയ്യാൻ വേണ്ടിയിട്ട് IPPBയുടെ അക്കൗണ്ട് നമുക്ക് ആദ്യം ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ IPPBയുടെ മൊബൈൽ ആപ്പ് ബാങ്കിങ് ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് എന്താണ് ഫസ്റ്റ് പോസ്റ്റ് ഓഫീസ് സർവീസസ് ഉണ്ടാവും. ആ സർവീസസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റൽ ലൈഫ് ഇൻഷുറൻസ് എന്ന ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം പേ പ്രീമിയം എടുക്കുക. അതിനുശേഷം പോളിസി നമ്പർ, ഡേറ്റ് ഓഫ് ബർത്ത് സെലക്ട് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടിന്യൂ കൊടുത്തു കഴിഞ്ഞാൽ ഓൾ ദ ഡീറ്റെയിൽസ് വിൽ ബി ഗെറ്റ് പോപ്പുലേറ്റഡ്. ആൻഡ് നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് മാത്രം നമുക്കിവിടെ ചേഞ്ച് ചെയ്യാനുണ്ടാവും. 6 മാസത്തേക്കോ 1 വർഷത്തേക്കോ അല്ലെങ്കിൽ 1 മാസത്തേക്കാണെങ്കിൽ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ്സ് നമുക്ക് എത്ര വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുക്കുക. ആൻഡ് കണ്ടിന്യൂ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യും. ഓക്കെ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് typing all the details, the system will be opting for an MPIN, but we have set in the IPPB mobile. Okay, mobile app വഴി സെറ്റ് ചെയ്ത MPIN അടിക്കും, കൺഫേം കൊടുക്കുക. This is the thing we are going to do the PLA transaction by using IPPB app. ഓക്കെ. ഇതിന് ശേഷം നമുക്ക് ഞാൻ പറഞ്ഞ രണ്ടാമത് ലാസ്റ്റ് പറഞ്ഞത് NACH ഫെസിലിറ്റിയാണ്. അത് ഫോം ഉണ്ട്. ഫോം പോസ്റ്റ് ഓഫീസിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ അത് നമ്മൾ ഫില്ല് ചെയ്ത് CPCയിലോട്ട് അയക്കാം. CPCക്കാർ അത് പ്രോസസ്സ് ചെയ്ത് നെക്സ്റ്റ് മന്ത് മുതൽ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയോടെ പോകും. അത് നമുക്ക് 7-ാം തീയതി, 12-ാം തീയതി, 17-ാം തീയതി ഈ 3 ഡേറ്റാണ് നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുക. അത് എന്നത്തെ ഡേറ്റിലാണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. താങ്ക് യു ഓൾ.